ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരുന്നത് ഒത്തൻറ്റിക് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. ഒരു ഷോർട്ട് കട്ട്സ് ഒന്നുമില്ല, ശരിക്കുള്ള പക്ക ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം കേക്ക് ഉണ്ടാക്കണം, അതായത് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കണം, ചോക്ലേറ്റ് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കണം. അതിനെ ജൻവ എന്ന് പറയും. അപ്പം ചോക്ലേറ്റ് കേക്ക് സ്പഞ്ച് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്ത് വെക്കണം. കേക്ക് ടിൻ ഞാൻ പാർച്ച്മെൻറ്റ് പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോളൂ. പാർച്ച്മെൻറ്റ് പേപ്പർ ഇല്ലാതെ നമുക്ക് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്തെടുക്കാം. അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ നമുക്ക് 1 കിലോ കേക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നതും 1 കിലോ കേക്കാണ്. ഓക്കെ, അതിലോട്ട് നമുക്ക് കുറച്ച് വെണ്ണയോ നെയ്യോ എണ്ണയോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ എന്നിട്ട് ഉള്ളിലെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് വയ്ക്കണം. ഓക്കെ, ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. അല്ല, വെണ്ണയാണെങ്കിൽ കുറച്ചുകൂടെ ഫ്ലേവർ വരും, നെയ്യാണെങ്കിലും കുറച്ചുകൂടെ ഫ്ലേവർ വരും. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ എണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തും ഉള്ളിലെല്ലാവിടെയും തേച്ച് കൊടുക്കുക. അതിനുശേഷം എല്ലാ ഭാഗത്തും തേച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് കുറച്ച് മൈദ ആഡ് ചെയ്ത് കൊടുക്കണം. മൈദ ആഡ് ചെയ്ത് കൊടുത്ത് 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എണ്ണ തേച്ച മാതിരി തന്നെ എല്ലാവിടേക്കും സ്പ്രെഡ് ചെയ്യണം. പാത്രം ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവിടേക്കും സ്പ്രെഡ് ആയിക്കോളും. ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്ക് അല്ലേ. അപ്പോൾ ഞാൻ ആ മൈദയിലോട്ട് കുറച്ച് കൊക്കോ പൗഡർ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ കേക്കിനും ആ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഓൾറെഡി കേക്കിൽ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേമാതിരി തന്നെ ഇതിലും കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. അത് ഞാൻ കേക്ക് ടിന്നിൻ്റെ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. 1-2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കേക്ക് ടിന്നിലോട്ട് കണ്ടോ അങ്ങനെ സ്പ്രെഡ് ചെയ്യണമെന്ന് കണ്ടില്ലേ. അതേമാതിരി സൈഡും ഒക്കെ സ്പ്രെഡ് ചെയ്യണം. എന്ന ശേഷം അത് കഴിഞ്ഞ ശേഷം ഒന്ന് എക്സസ് ഉള്ള പൊടിയെ ഒന്ന് കളയാൻ വേണ്ടിയിട്ട് ഒന്ന് കമത്തി വെച്ചിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതിൽ എക്സസ് ആയിട്ടുള്ള പൊടികളെല്ലാം പുറത്ത് പോയിക്കോളും. ഞാൻ യൂഷ്വലി ഇത് വാഷ് ബേസിനിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിലെല്ലാം പൊടിയാവില്ലേ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനൊരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് അതിലോട്ടാണ് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, എക്സ്ട്രാ പൊടിയെല്ലാം വീഴുന്നുണ്ടോ. അതുമാതിരി ഇങ്ങനെയാണ് നമുക്ക് കേക്ക് ടിൻ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതേമാതിരി വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ 1 കിലോ കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഞാനിപ്പോൾ 2 കേക്ക് ടിന്നും ഇതേമാതിരി പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ 2 കേക്കായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ നമുക്ക് ഫില്ല് ചെയ്യാനും അസംബിൾ ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും കുറച്ചുകൂടെ. ഓക്കെ, അപ്പോൾ ഇത് മാറ്റി വയ്ക്കുക. ഇതേമാതിരി ഞാൻ മറ്റേ കേക്ക് ടിന്നൂടെ പ്രിപ്പയർ ചെയ്ത് വെക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഓക്കെ, വളരെ ഈസിയാണ്. ഒത്തൻറ്റിക് ആയിട്ടുള്ള കേക്കാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഒരു ഷോർട്ട് കട്ട്സോ ഈസി മെത്തേഡോ ഈസി കേക്കോ ഒന്നുമല്ല, ശരിക്കുള്ള പക്ക കേക്കാണ്. അപ്പം കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താ വെച്ചാൽ ഇതിലെല്ലാ ഇൻഗ്രീഡിയൻസ്, കേക്ക് ഉണ്ടാക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലായിരിക്കണം. വിപ്പിംഗ് ക്രീം മാത്രമേ നമുക്ക് തണുപ്പ് പാടുള്ളൂ. വിപ്പിംഗ് ക്രീം നമ്മളിപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ആവശ്യമില്ലല്ലോ, ഡെക്കറേഷനല്ലേ ആവശ്യം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മുട്ട വേണം. പിന്നെ 1/4 കപ്പ് പഞ്ചസാരയും വേണം. അപ്പോൾ നമുക്ക് ആദ്യം മുട്ടയൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഉടച്ചെടുക്കാം. ആ മഞ്ഞക്കരവും വെള്ളക്കരവും ഒന്ന് ഉടച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ചായിട്ട് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റ് നന്നായി ഒന്ന് ബീറ്റ് ചെയ്ത ശേഷം ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം. ആ മുട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഒരു ചൂട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്നാലേ അത് നന്നായി പതഞ്ഞ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ആ റോസ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ല സ്മൂത്ത് സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്കല്ലേ നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ അല്ലാതെ ഞാൻ കാണിച്ചു തരാം. ഓൾറെഡി ഞാനിപ്പോൾ പഞ്ചസാര ആഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, മുട്ടയെല്ലാം ഉടച്ചിട്ട് ബീറ്ററിൽ ലോ സ്പീഡിലാണ് ഞാനിപ്പോൾ ബീറ്റർ ഇട്ടിരിക്കുന്നത്. പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഞാൻ ലോ സ്പീഡിൽ തന്നെ നന്നായി ബീറ്റ് ചെയ്യുന്നു. ആദ്യമെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെക്കണം. എന്നിട്ട് ഞാൻ ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യാൻ പോകണം. ഒരു 5 മിനിറ്റ് ഇതേമാതിരി ബീറ്റ് ചെയ്യാൻ പോകണം. അപ്പോൾ ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ വെക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിരിക്കുകയാണ്. ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ ബാക്കിയുള്ള ചൂടിൽ നമുക്ക് ഈ പാത്രം കൂടെ അതിലോട്ട് ഇറക്കി വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിഭാഗം വെള്ളത്തിൽ ടച്ച് ചെയ്യരുത്. അതിൻ്റെ ആവി മാത്രമേ നമുക്ക് മേലേക്ക് വരാൻ പാടുള്ളൂ. പിന്നെ മുട്ട കുക്കാവരുത്, മുട്ട സ്ക്രാമ്പിൾ ആവരുത്, അതുകൂടെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ബീറ്റർ ഓൺ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ അതിലോട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചൂടിൽ മുട്ട ആയിക്കോളും ചെയ്യും.
എന്നാൽ ഒരു സൈഡ് മാത്രം ആവില്ല, കുക്കാവില്ല, ബീറ്റായിക്കൊണ്ടിരിക്കും. നല്ല ഫ്ലഫി ആയിട്ടുള്ള കേക്ക് നമുക്ക് വരും. അതിന് വേണ്ടിയിട്ടാണ് മുട്ട നന്നായി പതഞ്ഞ് വരണം. 5 മിനിറ്റ് വേണമെങ്കിൽ മൊബൈലിൽ ടൈമർ സെറ്റ് ചെയ്ത് വെച്ചോളൂ. 5 മിനിറ്റ് നമുക്കിത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് തുടങ്ങണം. ഓക്കെ, ഇങ്ങനെയാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ചെയ്യേണ്ടത്. അടിയിലൊരു പാത്രം വയ്ക്കുക, അതിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വയ്ക്കുക. അതോ വെള്ളം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ എന്താണോ ഡബിൾ ബോയിലിംഗ് ചെയ്യേണ്ടത് അത് വയ്ക്കണം. ആ പാത്രത്തിൻ്റെ അടിയിലുള്ള സാധനം വെള്ളത്തിൽ ടച്ച് ചെയ്യരുത്, ആ പാത്രം അടിയിൽ ടച്ച് ചെയ്യരുത്. അപ്പോൾ ഞാൻ മുട്ട 5 മിനിറ്റ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനുശേഷം പുറത്തെടുത്തിട്ട് വീണ്ടും ഹൈ സ്പീഡിലിട്ടിട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് നല്ല ഡബിൾ ക്വാണ്ടിറ്റി ആവണ വരെ, നല്ല ഫ്ലഫി ആയിട്ട് പതഞ്ഞ് അങ്ങോട്ട് വരും. അതുവരെ ഹൈ സ്പീഡിൽ ഒരു 7-10 മിനിറ്റോളം നമുക്ക് ഇത് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ 4 മുട്ട ആഡ് ചെയ്തിട്ടുള്ളൂ. കണ്ടോ, അതിൻ്റെ ക്വാണ്ടിറ്റി തന്നെ മാറിയത്. നല്ലോണം ഫ്ലഫി ആയി നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 10 മിനിറ്റ് ഞാൻ ബീറ്റ് ചെയ്തെടുത്തതാണ് ഇത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് കേക്ക് ഫ്ലോർ എടുത്തിട്ടുണ്ട്. കേക്ക് ഫ്ലോർ ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലെങ്കിൽ കാണാം. 1/2 കപ്പ് കേക്ക് ഫ്ലോർ, ഒരു നുള്ള് ഉപ്പ്, 5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ. അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ്. ഒരു സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഞാൻ ഒരു അരിപ്പയിൽ കൂടെ കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ ബാറ്ററിലോട്ട് ആഡ് ചെയ്യാണ്. അപ്പോൾ ഒന്നിച്ചിട്ട് ആഡ് ചെയ്യരുത്, കാരണം അതിലോട്ട് കൊക്കോ പൗഡറിൽ ഒന്നാമത് കട്ടയുണ്ടാവും. അപ്പോൾ ഒരു അരിപ്പയിൽ കൂടെ ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പം ഇതേമാതിരി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം. ഫോൾഡ് ചെയ്യേണ്ട രീതി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. കണ്ടോ, പതുക്കെ അത് ഡിഫ്ലേറ്റ് ആവാതെ ആ പത പോവരുത്. അതല്ലാതെ നമുക്ക് എന്തായാലും ഒന്ന് താഴും എന്തായാലും, പക്ഷെ എന്നാലും അത് പ്ലെയിൻ ആവരുത്. അതുമാതിരി സോഫ്റ്റായിട്ട് പതുക്കെ ഹാൻഡിൽ ചെയ്യണം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചോളൂ. 180 ഡിഗ്രി സെൽഷ്യസിൽ. കൺവെക്ഷൻ ഓവൻ ആണെങ്കിൽ 160. മൈദയും കൊക്കോ പൗഡറും ആഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ വെണ്ണ ഞാനിവിടെ ഉരുക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഈ ബാറ്ററിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഡയറക്റ്റായിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മിക്സായിന്ന് വരില്ല. അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബാറ്റർ ബട്ടറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു, വെണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. നമ്മൾ ഉരുക്കി വെച്ച വെണ്ണയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒന്ന് ഫോർക്ക് കൊണ്ടൊന്ന് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്തു. അപ്പോൾ പെട്ടെന്നൊന്ന് മിക്സായി വന്നോളും. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഒഴിച്ചിട്ട് ഇത് 180 ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ, അല്ല ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് എൻ്റെ കൺവെക്ഷൻ ഓവൻ ആയതുകൊണ്ട് 160 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ്. നമ്മൾ 2 കേക്ക് ടിന്നിലായിട്ടാണ് ഇത് കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 കേക്ക് ടിന്നിൽ കൂടെ ഒരു 20 മിനിറ്റ്സ് ആവും. അതായത് ഒരു കേക്ക് ടിന്നിന് 10 മിനിറ്റ് ഒന്നിച്ചിട്ടാണ്. ഈ ഒരു ഫുൾ പാനിലാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഒരു 20-25 മിനിറ്റ്സ് വെച്ചോളൂ. ഇടയിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. 15 മിനിറ്റ്സ് ആകുമ്പോൾ ഒന്ന് നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം. ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒരു പപ്പടം കുത്തി കൊണ്ടോ ഒന്ന് നടുവിലൊന്ന് കുത്തി നോക്കുക. അതിൽ ബാറ്റർ ഒന്നും വന്നിട്ടില്ലെങ്കിൽ കേക്ക് റെഡിയായി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഞാൻ 2 കേക്ക് പാനിലും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക, ഒന്ന് ടാപ്പ് ചെയ്യുക. അതിൻ്റെ ഉള്ള എയർ ഹോൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്, ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാൻ ഓവൻ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഞാൻ വെക്കാൻ പോവാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റേ കേക്ക് ടിന്ന് ഞാൻ വെക്കും. ഓക്കെ, എന്നിട്ട് ബേക്ക് ചെയ്ത ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മുടെ കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. ഒന്ന് ഇപ്പോൾ വന്നതേ ഉള്ളൂ, ഒന്ന് കുറച്ച് നേരമായി വന്നിട്ട്. ഇപ്പോൾ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. ഞാനിപ്പോൾ നമ്മുടെ പപ്പടം കുത്തിയില്ലേ, അത് കറക്റ്റാണ്. അത് വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കുക. കണ്ടോ, ബാറ്റർ ഒന്നും വന്നിട്ടില്ല, ഫുൾ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്തിട്ട് എടുത്ത് വെക്കണം. പിന്നെ നമുക്ക് എങ്ങനെയാണ് കേക്ക് റെഡിയായി എന്നുള്ളത് അറിയുന്നത് വെച്ചാൽ കണ്ടോ, സൈഡെല്ലാം വിട്ട് വന്നിരിക്കുന്നത് കണ്ടോ, ഒരു ക്രാക്ക് മാതിരി സൈഡിലെല്ലാം ആ പാത്രവും കേക്കും തമ്മിൽ വിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തൊട്ട് നോക്കുമ്പോൾ നല്ല സ്പോഞ്ചി ആയിരിക്കും. അതാണ് നമ്മുടെ കറക്റ്റ് അറിയുന്നത് കേക്ക് റെഡിയായി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ കേക്ക് ആറിയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഫിൽ ചെയ്യാൻ തുടങ്ങാം. ഞാനൊരു
റൊട്ടേറ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. റൊട്ടേറ്റിംഗിൻ്റെ കേക്ക് ഡെക്കറേറ്റിംഗ് ടേബിൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒരു കേക്ക് ബോർഡും ഞാൻ വെച്ചിട്ടുണ്ട്. സാധാരണ പ്ലേറ്റിലായാലും ഒരു കുഴപ്പമില്ല കേട്ടോ. പ്ലേറ്റിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിനു മുമ്പൊക്കെ ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ നടുവിലോട്ട്, കേക്ക് ബോർഡിൻ്റെ നടുവിലോട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഞാൻ തേച്ച് കൊടുത്തു. ഞാൻ ഓൾറെഡി വിപ്പിംഗ് ക്രീം കുറച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബീറ്റ് ചെയ്യുന്നത് ഞാൻ ഡെക്കറേഷന് കുറച്ചുകൂടെ നമുക്ക് വേണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഫസ്റ്റ് കേക്ക് ലെയർ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് കണ്ടോ നമ്മുടെ സ്പോഞ്ച് കേക്ക് റെഡിയായി വന്നിരിക്കുന്നുണ്ടോ. അതിലോട്ട് നമുക്ക് ആദ്യം ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം എല്ലാവിടെയും. ഈ സ്പഞ്ച് കേക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലിക്വിഡ് നിറയെ നല്ലോണം ഹോൾഡ് ചെയ്ത് നിൽക്കും. അതാണ് ആ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ മെയിൻ തിങ്ങും ഇതാണ്, ആ ഷുഗർ സിറപ്പാണ്. ഷുഗർ സിറപ്പ് ഉണ്ടാക്കേണ്ട വീഡിയോ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്, കണ്ടില്ലെങ്കിൽ കാണുക. എളുപ്പമാണ്. ഒരു കപ്പ് വെള്ളം എടുക്കുകയാണെങ്കിൽ ഒരു കപ്പ് പഞ്ചസാര, രണ്ടും കൂടെ ഒന്ന് മെൽറ്റ് ചെയ്യുക. പഞ്ചസാര അലിയുന്ന വരെ ഒന്ന് കാത്തിരിക്കുക. പഞ്ചസാര അലിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. അതാണ് നമ്മുടെ ഷുഗർ സിറപ്പ്. അത് കേക്കിൻ്റെ എല്ലാ ഭാഗത്തും ഒരു സ്പൂൺ കൊണ്ടോ ബ്രഷ് കൊണ്ടോ നന്നായി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ സ്പഞ്ച് കേക്കിൻ്റെ പ്രത്യേകത അതാണ്, നന്നായി മോയ്സ്ചർ ഹോൾഡ് ചെയ്യും. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീമും വെക്കുമ്പോൾ അതിൻ്റെയൊക്കെ വെള്ളം എല്ലാം വലിച്ചെടുക്കും. അതാണ് കേക്ക് അത്ര സോഫ്റ്റായിട്ട് ഇരിക്കുന്നത്. ആ ടേസ്റ്റും എല്ലാം അതിലാണ് ഇരിക്കുന്നത്. ഓക്കെ, എല്ലാ ഭാഗത്തും ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വിപ്പിംഗ് ക്രീം ഞാൻ ഓൾറെഡി കുറച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ വിപ്പിംഗ് ക്രീമായിട്ട് തന്നെ നമുക്ക് ക്രീം വാങ്ങാൻ കിട്ടും. ഇല്ലെങ്കിൽ മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം ഉണ്ടാവും, 30% ക്രീം കിട്ടും. അത് ബീറ്റ് ചെയ്താലും മതി. ഞാനിവിടെ ഒരു കപ്പ് ക്രീം എടുത്തിട്ടുണ്ട്. നല്ല ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ്. 2 കേക്കിലും ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 2 കേക്കും നല്ല മോയ്സ്ചറായിട്ട് വരണം. പിന്നെ വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫ് പീക്ക് ആവണം വരെ ബീറ്റ് ചെയ്യണം. ഓക്കെ, സ്പീഡിലിട്ടിട്ട് 10 മിനിറ്റ് ബീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതിൽ പഞ്ചസാരയൊന്നും ആഡ് ചെയ്തിട്ടില്ല, കാരണം കേക്ക് ഓൾറെഡി നല്ല സ്വീറ്റാണ്. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പെല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എൻ്റെ ഒരു കുഞ്ഞ് ടിപ്പാണ് കേട്ടോ. ഞാൻ ചില കേക്കുകൾക്ക് മാത്രമേ ഈ ഫ്രഷ് ക്രീം ബീറ്റ് ചെയ്യുന്ന സമയത്ത് വിപ്പ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര ഐസിങ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാറുള്ളൂ. ചില സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാറില്ല. കേക്ക് ഓൾറെഡി സ്വീറ്റ് ആണെങ്കിൽ ഞാൻ വിപ്പിംഗ് ക്രീമിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കില്ല. ഓക്കെ, ഇത് നമ്മുടെ കേക്ക് ഓൾറെഡി സ്വീറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലോട്ട് വരെ പഞ്ചസാരയൊന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, കണ്ടോ 10 മിനിറ്റ് നന്നായി ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീം റെഡിയായി. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ അസംബിൾ ചെയ്ത് തുടങ്ങാം. ഞാൻ കുറച്ച് ക്രീം ഒരു കപ്പോളം ക്രീം ഞാനിപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയറിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു സ്പൂൺ കൊണ്ടോ ഒരു സ്പാച്ചില കൊണ്ടോ നന്നായി ഒന്ന് സ്പ്രെഡ് ചെയ്യാം ഒരേപോലെ. ഈ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇതിൽ വലിയ ഡെക്കറേഷനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് റെഡിയായാൽ മാത്രം മതി. കാരണം നമ്മൾ ചുറ്റും ചോക്ലേറ്റ് ഷേവിങ്സ് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരണം എന്നൊരു നിർബന്ധമില്ല. സ്മൂത്ത് കവറോ ഷാർപ്പ് എഡ്ജോ ഒന്നും വരണമെന്നില്ല. അപ്പം ഉള്ളിലും നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ചെറി വെക്കണം. ചെറി ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 180 ഗ്രാം ചെറി ഞാൻ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാ ഭാഗത്തും ഒരേപോലെ ലെവൽ ചെയ്ത് കൊടുക്കുക. ഒരു ഭാഗം കൂടുതലാവരുത്, ഒരു ഭാഗം കുറയരുത്. അപ്പോൾ നമ്മുടെ അടുത്ത ലെയർ ആഡ് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് ഹൈറ്റ് വരും, ഒരു ഭാഗത്ത് താഴ്ന്നിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് കാണാൻ ഒരേപോലെ ഇരിക്കില്ല. അതുകൊണ്ട് എല്ലാവിടേക്കും ഒരേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എല്ലാവിടേക്കും ആ ചെടി ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്രീം ഉരുകുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചോളൂ. കാരണം ഇപ്പം നമ്മുടെ ക്ലൈമറ്റ് നല്ല ചൂടാണ്. അതുകൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ആ കൺസിസ്റ്റൻസി ഒന്നും വരില്ല. ബീറ്റായി കഴിഞ്ഞാൽ അത് വെണ്ണയായി പോകും. പിന്നെ നമുക്കത് ഉരുക്കി നെയ്യാക്കാനോ വെണ്ണയായിട്ടോ യൂസ് ചെയ്യാനേ പറ്റുള്ളൂ. ഞാൻ ചെറിയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അടുത്ത ലെയർ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 കേക്ക് ടിന്നിലായിട്ടാണ് 2 കേക്കും ബേക്ക് ചെയ്തത്. ഒരു കേക്കായിട്ട് ബേക്ക് ചെയ്തായിരുന്നെങ്കിൽ കട്ട് ചെയ്ത് മാറ്റണമായിരുന്നു. ഞാൻ അത് മെനക്കെടാത്തതുകൊണ്ട് ഞാൻ 2 കേക്കായിട്ടാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. കട്ട് ചെയ്ത് ബുദ്ധിമുട്ടുണ്ട. ചിലപ്പോൾ കട്ട് ചെയ്ത് ശരിയായില്ലെങ്കിൽ പിന്നെ അത് പ്രശ്നമാവും. അതല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ 2 കേക്ക് ടിന്നിലായിട്ട് ബേക്ക് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഞാൻ സൈഡിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്, എല്ലാ ഭാഗവും ഒരേപോലെ വരാൻ വേണ്ടിയിട്ട്. കാരണം ചില ഭാഗത്തൊക്കെ
ക്രീം പുറത്ത് നിൽക്കണ്ടല്ലോ, അതൊന്ന് സോഫ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവിടേക്കും ബാക്കി ക്രീമെല്ലാം തേച്ച് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഇത് അത്ര സൂപ്പർ ഫിനിഷിംഗ് ഒന്നും വേണമെന്നൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് എല്ലാ ഭാഗത്തും ഒന്ന് ക്രീം വീണ്ടും ഒരു കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ടോപ്പിലോട്ട്. എന്നിട്ട് എല്ലാവിടേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യുക. സൂപ്പർ ഫൈൻ ഫിനിഷ് വരണമെന്നൊന്നുമില്ല, ഒരു സ്പൂൺ കൊണ്ട് തേച്ച് കൊടുത്താലും മതി. ഇതേപോലെ ഒരു നൈഫോ സ്പാച്ചുലയോ ഉണ്ടെങ്കിൽ ഈസി ആയിരിക്കും കുറച്ചുകൂടെ. എല്ലാ ഭാഗത്തും തേക്കുക. എന്നിട്ട് കുറച്ച് ചോക്ലേറ്റ് ഷേവ് ചെയ്ത് വെച്ചോളൂ. ഒരു നൈഫ് കൊണ്ടോ ഒരു ഗ്രേറ്ററിലുണ്ടോ ഗ്രേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു കപ്പ് വരുന്ന മാതിരി ഗ്രേറ്റ് ചെയ്ത് വെച്ചോളൂ. അതാണ് നമുക്ക് സൈഡിലോട്ടും മേലെയും ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ എക്സ്ട്രാ ചെറി കരുതി വെക്കണം, നമുക്ക് മേലെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം എങ്ങനെ വേണം എന്നുള്ളത്. ഞാൻ ചോക്ലേറ്റ് ഷേവിങ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടോ, ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ഡാർക്ക് ചോക്ലേറ്റ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മിൽക്ക് ചോക്ലേറ്റ് ആണ് ഇഷ്ടമെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് എടുക്കാം. ഓക്കെ, ചിലതെല്ലാം ഞാൻ വലിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് മേലെ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ചെറുതാണ് ഞാൻ സൈഡിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കേക്ക് കണ്ടാൽ അറിയാൻ പറ്റും, ഞാൻ സൂപ്പർ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടില്ല. നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അതെന്തായാലും കവർ ചെയ്യേണ്ടതാണ് ചോക്ലേറ്റ് ഷേവിങ്സ് വെച്ചിട്ട്. അപ്പം കൈ കൊണ്ട് തന്നെ എല്ലാ സൈഡിലെല്ലാം ഞാൻ പതിച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ഷേവിങ്സ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പം സൈഡിലെല്ലാം അത് ഒട്ടി നിന്നോളും. ആ വിപ്പിംഗ് ക്രീം നമ്മളിപ്പോൾ ചെയ്തതല്ലേ, അതുകൊണ്ട് നന്നായി ഒട്ടി നിന്നോളും. എല്ലാ ഭാഗത്തും ചുറ്റും ചോക്ലേറ്റ് ഷേവിങ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു കുഞ്ഞ് സ്റ്റാർ ടിപ്പും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു കുഞ്ഞു റോസെറ്റ് ഉണ്ടാക്കിയിട്ട്, ഒരു കുഞ്ഞു റോസാപ്പൂ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് ചെറി വെച്ച് കൊടുക്കാം. ഡിസൈൻ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. ഞാൻ അടുപ്പിച്ചിട്ടാണ് ഓരോ പൂവും വെക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാ പൂവിലും ഞാൻ ചെറി വെക്കുന്നുണ്ട്. അങ്ങനെ അടുപ്പിച്ച് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് വിട്ടിട്ടായാലും കുഴപ്പമില്ല. കണ്ടോ, സ്റ്റാർ ടിപ്പാണ് ഇത്. ഒന്ന് പ്രസ് ചെയ്തു, എന്നിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ്. അതേമാതിരി ഞാൻ കേക്ക് ഫുൾ ചെയ്യാൻ പോവുകയാണ്. സൈഡിലെ ബോർഡർ മുഴുവൻ ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് അതിലെല്ലാം ഞാൻ ഓരോ ചെറി വയ്ക്കുന്നുണ്ട്. അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടം. എന്നിട്ട് നമുക്ക് നടുവിൽ ഞാൻ കുറച്ചുകൂടെ ചോക്ലേറ്റ് ഷേവിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ, എല്ലാവരും ഞാൻ പൂവ് എല്ലാവരെയും ആക്കിയിട്ടുണ്ട്. നടുവിൽ കൂടെ ചോക്ലേറ്റ് ഷേവിങ്സ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ചെറി എല്ലാത്തിലും വെച്ച് കൊടുക്കാം. ഡെക്കറേഷൻ എല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ശരിക്കും ഇങ്ങനെയാണോ എന്താണോ ഇഷ്ടം, ഇത്ര ചെറി വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര വെക്കണ്ട, ഇത്ര പൂ വേണ്ടാന്നുണ്ടെങ്കിൽ ഇത്ര വെക്കണ്ട, ചോക്ലേറ്റ് ഷേവിങ്സ് ഇത്ര വെക്കണ്ടെന്നുണ്ടെങ്കിൽ അത് അത്ര വെക്കണ്ട. അപ്പം അതെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എങ്ങനെയാണോ ഇഷ്ടം അതുപോലെ ചെയ്യാം. ബേസ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതിൽ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ മെയിൻ വരുന്നത് സ്പഞ്ച് കേക്ക്. ഷുഗർ സിറപ്പ് വെച്ചിട്ട് നമ്മൾ 2 കേക്കും സോക്ക് ചെയ്തെടുക്കണം. വിപ്പിംഗ് ക്രീമാണ് അതിൻ്റെ മെയിൻ ഐസിങ് വരുന്നത്. വിപ്പിംഗ് ക്രീം വെച്ചിട്ട് എല്ലാവരുടെയും സ്പ്രെഡ് ചെയ്യുക, ചെറി വെക്കുക. ഇതാണ് മെയിൻ ചോക്ലേറ്റ് ഷേവിങ്സ് വെക്കുക. ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ മെയിൻ ഇതിലാണ് ആ ടേസ്റ്റ് മുഴുവൻ വരുന്നത്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാത്തിലും ചെറി വെച്ച് കഴിഞ്ഞു. കണ്ടോ, നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഒത്തൻറ്റിക് ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.